എന്താ മണല്ലേ തിളക്കണ തിള കണ്ട ഫുഡ്4 പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ആടിന്റെ വാരയിലുണ്ട് അടിപൊളി ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോണത്. മട്ടൺ റിബ്സ് ബിരിയാണി. അപ്പൊ ആട്ടിന്റെ ഈ വാരയിലിന്റെ ഈ സൈഡുള്ള നട്ടെല്ല് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ വാരയിൽ ഫുള്ളായിട്ടാണ് നമ്മളിന്ന് ബിരിയാണി വെക്കാൻ പോണത്. അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലിൻ്റെ അകത്തുള്ള ചോരയൊക്കെ അങ്ങോട്ട് പുറത്ത് ചാടും. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് കഴുകി വാരിയെടുക്കാം. ആടിന്റെ വാരിയിലൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം, നമ്മുടെ സ്പൈസസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഉപ്പ്, ആട്ടിന്റെ വാരയിൽ ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മൾ മഴയത്ത് ആടിന്റെ വാരിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചട്ടിയോട് കൂടെ തന്നെ ഒന്ന് താഴെ ഇറക്കി വെക്കാം. അപ്പോൾ കല്ലൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. എല്ലാം അങ്ങോട്ട് പിടിക്കുന്നില്ല. നോക്കില്ലേ മജ്ജ. അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ വാരിയിൽ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഓയിൽ ഒഴിക്കാം. വലിയുള്ളി, മഴ പെയ്തുകൊണ്ട് ഉള്ളിലേക്ക് വണങ്ങാൻ കുറച്ച് സമയം എടുത്ത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പുതിന, മല്ലിത്തഴ, തക്കാളി, ബിരിയാണി മസാല. തിളക്കണ തിള കണ്ട മസാല നന്നായി വണങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴേ വേവിച്ചെടുത്ത വാരിയലിൻ്റെ ഈ വെള്ളത്തിൽ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ച ആട്ടിൻ്റെ വാരിയല് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാർന്ന് വെച്ച ബസുമതി അരി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മിടാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദമ്മിടാനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
വറുത്ത ഉള്ളി, പുതിന, കല്ലും കൂടെ അങ്ങോട്ട് വെച്ച് ടൈറ്റ് ആക്കാം. ദം അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാൻ പോകണം. അങ്ങനെ ചൂട് നോക്കലേ. ആഹാ, സൂപ്പർ സംഗതി. എന്താ മണല്ലേ. ആ മുട്ട വന്നു, മുട്ട എത്തിങ്ങളെ. എല്ലൊക്കെ വേറെ ആയിപ്പോയി. എല്ല് വേറെ, മുട്ടനൊക്കെ ചോറിനോട് ഇങ്ങനെ കുഴഞ്ഞ വന്നിട്ട്. എല്ലിൻ്റെ വേവ് കാരണേ പൊടിഞ്ഞു പോണില്ലേ. കിട്ടുന്നില്ല. ആ വായിൽ പീസ് കൊണ്ട് കിട്ടിക്കുന്നത് പൊടിക്കും. അങ്ങനത്തെ എന്താ മണല്ലേ. എല്ല് മാത്രമേ ഉള്ളൂ ശൈലേ. എല്ലാം അങ്ങോട്ട് പിടിക്കുന്നില്ല. നോക്കില്ലേ മജ്ജ. അങ്ങനെ നമ്മുടെ ആട് വാരിയൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അഞ്ചിലെ കഴിക്കും. സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ. സംഭവം അഞ്ചിൽ കുറേ ദിവസമായി എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വരണം പറഞ്ഞിട്ട്. ഇത് എന്നാൽ എനിക്ക് ഒരു അടിപൊളി വാരിയൽ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയട്ടെ. കഴിക്കുക അഞ്ചിലെ. അഞ്ചിൽ പിച്ച് കൊടുക്കുക ശരിയാ. തൊട്ട വീട്ടിൽ അഞ്ചിലെ കുറച്ച് സ്ഥലത്തും കൂടെ ചേർത്തിട്ടാണ് തൊട്ട കഴിച്ചിട്ടാണ്. അതിലെങ്ങനെയുണ്ട് ഇപ്പോൾ? സൂപ്പർ, അടിപൊളി. നല്ല ഇഷ്ടപ്പെടുക. നമ്മൾ ജാസിൻ്റെ ബ്രദറാണ് അഞ്ചിൽ. സംഭവം എന്തായാലും ഉഷാറായിട്ടുണ്ട്. അഞ്ചിൽ ശരിക്കും വീഡിയോ കണ്ട അഭിപ്രായം പറഞ്ഞതായിരുന്നു. ഇന്ന് കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചാൽ കറക്റ്റായിട്ട് അഭിപ്രായം പറയില്ല അഞ്ചിലെ. നീ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. എങ്ങനെയുണ്ട് അഞ്ചിൽ ശരിക്കും പറയാം? എങ്ങനെയുണ്ട്? ശരിക്കും സൂപ്പറായിട്ട് നന്നായി വെന്തിട്ട്. മട്ടനൊക്കെ നല്ല വെന്തുണ്ട്. ഉഷാർ ഉഷാർ. അതിലിട്ടോ അതിലിട്ടോ അതിനെ വേലിട്ടോ അഞ്ചിലേ പിടിച്ചോ. അതിനെ വേലിട്ടോ. അത്രേ ഉള്ളൂ. ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ. സംഭവം ഒരു മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് സംഭവത്തിൽ. നാടൻ കഴിച്ചോ. ഇതാ നമ്മുടെ വലിച്ച എല്ല് മാത്രമേ വരുന്നുള്ളൂ. ഇതാ ഇറച്ചി. എന്താ ഇനി പറയാ. ഇതിപ്പോ ചോറിലൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ടല്ലേ. അതായത് ഇറച്ചിയൊക്കെ നന്നായി ഇങ്ങനെ ഉടഞ്ഞ് ചോറിലൊക്കെ അടിപൊളിയായിട്ടായി. ഇറച്ചിൻ്റെ ഒക്കെ ഫ്ലേവർ ഒരു രക്ഷയില്ല. മസാല ബിരിയാണി മന്തിയൊക്കെ കൂടി മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതുപോലെ ഒരു എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആ രണ്ടെണ്ണത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്. മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ശരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഒരു വെറൈറ്റി ഫ്ലേവറിലൊരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്ൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ ചെയ്താൽ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ കിഡിലെ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.